അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 6ാം ക്ലാസ് താരീഖ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. യോജിച്ചവ ചേർക്കാം എന്നാണ്. 6 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിച്ചു നോക്കുക. ഓപ്ഷൻസുകൾ ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി ഓരോ ചോദ്യങ്ങൾക്കും ഏറ്റവും ഷൂട്ടാകുന്ന ഉത്തരങ്ങൾ താഴേക്ക് എടുത്ത് ഇതാണ് വേണ്ടത്. നമുക്ക് ആ ബ്രാക്കറ്റിലുള്ള ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കാം. ഗോത്രക്കാർ: അസ്മാ റളിയല്ലാഹു അൻഹ, ഹബീബ ബിൻതു സയ്യിദ്, അബൂബക്കർ റളിയല്ലാഹു അൻ, ഖലീഫ, ഉമ്മുൽ ഖൈർ എന്ന സൽമ. ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ബനു സായിദ. ബനു സായിദ എന്ന് പറഞ്ഞാൽ അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം ഇതിലേതാണ്? നമുക്കതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 9, 4ാമത്തെ പാഠം ഖിലാഫത്ത് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിൽ ആദ്യത്തെ വരിയിൽ തന്നെ അതിൻ്റെ ആൻസർ നമുക്ക് ലഭിക്കും. എന്താണ്? ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ ഒരു യോഗം നടക്കുകയാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി അതെന്താണ്? ഗോത്രക്കാർ. ബനു സായിദ എന്ന് പറഞ്ഞാൽ ഗോത്രക്കാർ എന്നാണ്. നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ അതാണ് അവിടെ ചേർക്കേണ്ടത്. 2, ഇസ്ലാമിൻ്റെ 1ാം ഖലീഫ. ഇസ്ലാമിൻ്റെ 1ാമത്തെ ഖലീഫ അതാരാണ് നമുക്കറിയാം. എന്നാലും അതിൻ്റെ ഉത്തരം നമുക്ക് 9ാമത്തെ പേജിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ്? അതിലെ 2ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തു. അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്. അതൊക്കെ നോക്കി വെക്കുക. ഇനി അതോടെ അദ്ദേഹം ഇസ്ലാമിൻ്റെ 1ാം ഖലീഫയായി. അപ്പോൾ ഈ പാഠം സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇസ്ലാമിൻ്റെ 1ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻ. നമ്മുടെ ഓപ്ഷൻസുകളിൽ 4ാമതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി 3ാമത്തെ ചോദ്യം, സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അതാരാണ്? ഇവിടെ ഓപ്ഷൻസുകൾ നോക്കി നമുക്ക് അതിൻ്റെ ആൻസർ ലഭിക്കും. പേജ് നമ്പർ 7 അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ്? സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹുവിൻ്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ എന്നിവർ അദ്ദേഹത്തിൻ്റെ പെൺമക്കളിൽ പ്രധാനികളാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? അസ്മാ റളിയല്ലാഹു അൻഹ എന്നാണ്. നമ്മുടെ ഓപ്ഷൻസുകളിൽ 2ാമതായിട്ട് അതുണ്ട്. അതാണ് അവിടെ ചേർക്കേണ്ടത്. ഇനി 4ാമത്തെ ചോദ്യം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ ഏത് പാഠത്തിലാണ് പഠിച്ചത്? നമ്മൾ 3ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. 7ാമത്തെ പേജിൽ 4ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു. മക്കയിൽ വെച്ച് ഖുതൈലത്ത് ബിൻതു അബ്ദുൽ ഉസ്സ, ഉമ്മു റുമാൻ ബിൻതു ആമിർ എന്നിവരെയും മദീനയിൽ വെച്ച് ഹബീബ ബിൻതു സയ്യിദ്, അസ്മാ ബിൻതു ഉമൈസ് എന്നിവരെയും വിവാഹം ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മുടെ ഓപ്ഷൻസിലുള്ളത് ആരാണ്? ഹബീബ ബിൻതു സയ്യിദ് ആണുള്ളത്. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്, ഹബീബ ബിൻതു സയ്യിദ്. ഇനി 5ാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മാതാവ് ആരാണ്? അതിൻ്റെ ആൻസർ ലഭിക്കാം അതേ പാഠത്തിൽ തന്നെ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനനമൊക്കെ പറയുന്നു. ക്രിസ്താബ്ദം 573 ആനക്കലഹ സംഭവത്തിൻ്റെ 3ാം കൊല്ലം മക്കയിലായിരുന്നു ജനനം. ഇനി പിതാവിനും മാതാവിനും പറയുന്നു. അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ ആകുന്നു പിതാവ്. അപ്പോൾ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഇതാ, ഉമ്മുൽ ഖൈർ എന്ന സൽമ ആയിരുന്നു മാതാവ്. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്? മാതാവ് ഉമ്മുൽ ഖൈർ എന്ന സൽമ. നമ്മുടെ ഓപ്ഷൻസിൽ അവസാനത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതാ. ഇനി 6ാമത്തെ ചോദ്യം, പ്രതിനിധി. പ്രതിനിധി എന്ന വാക്ക് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും യോജിക്കുന്ന ഉത്തരം എന്താണ്? ഇവിടെ നമ്മുടെ ഓപ്ഷൻസുകളിൽ ഇങ്ങനെ പരിധി ഒക്കെ കാണാം. 5ാമതായിട്ട് കൊടുത്തിട്ടുണ്ട് ഖലീഫ. ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥമാണല്ലോ പ്രതിനിധി എന്ന്. അപ്പോൾ പ്രതിനിധി എന്നുള്ളിടത്ത് ഖലീഫ എന്ന് ചേർത്ത് കൊടുക്കാം. ഉത്തരങ്ങൾ ഒന്നുകൂടി പറയാം. 1ാമത്തെ ചോദ്യം ബനു സായിദ, അതിനോട് യോജിക്കുന്ന ഉത്തരം ഗോത്രക്കാർ. 2, ഇസ്ലാമിൻ്റെ 1ാം ഖലീഫ, അതിനോട് യോജിക്കുന്ന ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻ. 3ാമത്തെ ചോദ്യം സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, അതിനോട് യോജിക്കുന്ന ഉത്തരം അസ്മാ റളിയല്ലാഹു അൻഹ. 4ാമത്തെ ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, അതിനോട് യോജിക്കുന്ന ഉത്തരം ഹബീബ ബിൻതു സയ്യിദ്. 5ാമത്തെ ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മാതാവ്, അതിനോട് യോജിക്കുന്ന ഉത്തരം ഉമ്മുൽ ഖൈർ എന്ന സൽമ. 6ാമത്തെ ചോദ്യം പ്രതിനിധി, എന്നോട് യോജിക്കുന്ന ഉത്തരം ഖലീഫ. 2ാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ്.
ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത 4 ഡാഷ്. അതിൻ്റെ ആൻസർ ലഭിക്കുക നമ്മൾ പേജ് നമ്പർ 5 തുറന്ന് നോക്കുക. പാഠം 2 അൽ ഖുലഫ ഉൽ അർബഅ അതിൻ്റെ ആദ്യ ഭാഗത്തിന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ് എന്നറിയാമോ? 4 ഖലീഫമാർക്കാണ്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്? 4 കഴിഞ്ഞിട്ട് ഖലീഫമാർക്കാണ് എന്നാണ് ചേർക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ഡാഷ്. ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ എന്തൊക്കെയാണ്? അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 4 ഒന്നാമത്തെ പാഠത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നു, ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ക്ഷമയും സഹനവുമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത്? ക്ഷമയും സഹനവുമാണ് എന്നാണ് ചേർക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? മിഅ്റാജിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തി. മിഅ്റാജിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തി ആരാണ്? അതിൻ്റെ ആൻസർ നമുക്കറിയാം. 7ാമത്തെ പേജിൽ 3ാമത്തെ പാഠത്തിലെ 3ാമത്തെ വരി പറയുന്നുണ്ട്. എന്താണ്? 2ാമത്തെ വരിയിൽ തന്നെ പറയുന്നു, നബി തങ്ങളുടെ അത്ഭുതകരമായ ഇസ്രാ, മിഅ്റാജ് എന്നിവയിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തി ആരാണ്? ഈ പാഠം സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ വരേണ്ടത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ വ്യക്തി എന്ന് കഴിഞ്ഞതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് എഴുതി കൊടുക്കാം. 4ാമത്തെ ചോദ്യം, അലി റളിയല്ലാഹു അൻഹു ഭരണം നിർവഹിച്ചത് 4 വർഷവും ഡാഷ്. ഇനി അവിടെ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത്? പേജ് നമ്പർ 4 പേജ് നമ്പർ 5 അഥവാ 3ാമത്തെ പാരഗ്രാഫിൽ, 2ാമത്തെ പാഠം 3ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു. അവിടെ 4 ഖുലഫ റാഷിദുകളുടെ ഭരണകാലവും പറയുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷവും 3 മാസവും, ഉമർ റളിയല്ലാഹു അൻഹു 10.5 വർഷവും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷവും, അലി റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവുമാണ് ഭരണം നിർവഹിച്ചത്. വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാം കാണാതെ പഠിക്കുക. ഇവിടെ ചോദ്യം അലി റളിയല്ലാഹു അൻഹു ഭരണം നിർവഹിച്ചത് 4 വർഷവും എന്നാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 9 മാസവുമാണ് എന്നാണ് ചേർക്കേണ്ടത്. ഇനി 5ാമത്തെ ചോദ്യം എന്താ? നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനകാലം. അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 3 അഥവാ 1ാമത്തെ പാഠം അതിലെ 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ജനങ്ങൾ വളരെ വഴി പിഴച്ചു പോയ ഒരു കാലത്ത് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വന്ന പ്രവാചകനായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. ജനങ്ങളുടെ പരിഹാസവും അവഗണനയും സഹിച്ച് ഇനി പറയുന്നതാണ് നമ്മൾ ആൻസർ. 950 വർഷക്കാലം അദ്ദേഹം പ്രബോധനം നിർവഹിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത്? പ്രബോധന കാലം 950 വർഷം എന്നാണ് ചേർക്കേണ്ടത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത 4. ഇനി അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഖലീഫമാർക്കാണ്. 2ാമത്തെ ചോദ്യം, ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ, അവിടെ ചേർക്കേണ്ടത് ക്ഷമയും സഹനവുമാണ്. 3ാമത്തെ ചോദ്യം, മിഅ്റാജിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തി, അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. 4ാമത്തെ ചോദ്യം, അലി റളിയല്ലാഹു അൻഹു ഭരണം നിർവഹിച്ചത് 4 വർഷവും, അവിടെ ചേർക്കേണ്ടത് 9 മാസവുമാണ്. 5ാമത്തെ ചോദ്യം, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധന കാലം, അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് 950 വർഷക്കാലം. 3ാമത്തെ ആക്ടിവിറ്റി 2 എണ്ണം വീതം എഴുതാം. 3 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യങ്ങൾക്ക് 2 ഉത്തരങ്ങൾ എഴുതി കൊടുക്കണം. 1ാമത്തെ ചോദ്യം, ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ. ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ ആരാണ്? നമ്മൾ 1ാമത്തെ പാഠത്തിൽ ഉലുൽ അസ്മുകൾ ആ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. 2ാമത്തെ പാരഗ്രാഫിൽ അതാ സയ്യിദുന നൂഹ് അലൈഹിസ്സലാം, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുന മൂസ അലൈഹിസ്സലാം, സയ്യിദുന ഈസ അലൈഹിസ്സലാം, സയ്യിദുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവരാണ് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ 2 എണ്ണമാണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതി വെക്കാം. 2 പ്രവാചകന്മാരുടെ പേര് എഴുതി വെക്കാം. ഇനി 2ാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്ത ഭാര്യമാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലും മദീനയിലും വെച്ച് വിവാഹം ചെയ്തിട്ടുണ്ട്. അതിൽ മക്കയിൽ വെച്ച് വിവാഹം ചെയ്ത ഭാര്യമാർ, അവരിൽ നിന്ന് 2 ഭാര്യമാരെ പേര് എഴുതാനാണ്. അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ 7 3ാമത്തെ പാഠം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പാഠത്തിലെ 4ാമത്തെ പാരഗ്രാഫ് നോക്കൂ. മക്കയിൽ വെച്ച് ഖുതൈലത്തു ബിൻതു അബ്ദുൽ ഉസ്സ, ഉമ്മു റുമാൻ ബിൻതു ആമിർ എന്നിവരെയും, മദീനയിൽ വെച്ച് ഹബീബ ബിൻതു സെയ്ദ്, അസ്മാ ബിൻതു ഉമൈസ് എന്നിവരെയും വിവാഹം ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ മക്കയിൽ വെച്ച് വിവാഹം ചെയ്തത് ആരൊക്കെ എന്നാണ്. അപ്പോൾ നമുക്ക് ആരൊക്കെ എഴുതാം? 1 ഖുതൈലത്തു ബിൻതു അബ്ദുൽ ഉസ്സ,
2 ഉമ്മു റുമാൻ ബിൻതു ആമിർ. ഇനി മൂന്നാമത്തെ ചോദ്യം കള്ളപ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന രണ്ടാൾക്കാരെ പേര് എഴുതാനാണ്. അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിങ്ങാണ്ട് പാഠം 4 ഖിലാഫത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാഠത്തിൻ്റെ 2ാമത്തെ പേജിൽ അതാ തുടക്കത്തിൽ തന്നെ അഥവാ 10ാമത്തെ പേജ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉണ്ടായ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് കള്ളപ്രവാചകരുടേതായിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി, തുലൈഹത്ത് ബിൻ ഖുബൈലിദിൽ അസദി, സജാഹ് തുടങ്ങിയ പല കള്ളപ്രവാചകന്മാരും രംഗത്ത് വന്നു. അപ്പോൾ ഇവിടെ 4 കള്ളപ്രവാചകന്മാരുടെ പേര് പറയുന്നുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി, തുലൈഹത്ത് ബിൻ ഖുബൈലിദിൽ അസദി, സജാഹ്. ഇവരിൽ നിന്ന് ഏതെങ്കിലും 2 ആൾക്കാരുടെ പേരാണ് നമുക്കിവിടെ എഴുതാനുള്ളത്. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. ഒന്നാമത്തെ ചോദ്യം ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ: 1 നൂഹ് അലൈഹിസ്സലാം, 2 ഇബ്രാഹിം അലൈഹിസ്സലാം. 2ാമത്തെ ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്ത ഭാര്യമാർ. ഉത്തരം 1 ഖുത്തൈലത്ത് ബിൻതു അബ്ദുൽ ഉസ്സ, 2 ഉമ്മു റുമാൻ ബിൻതു ആമിർ. 3ാമത്തെ ചോദ്യം കള്ളപ്രവാചകന്മാർ. ഉത്തരം 1 മുസൈലിമത്തുൽ കദ്ദാബ്, 2 അസ്വദുൽ അനസി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്തരങ്ങളിങ്ങനെ തോന്നുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും എഴുതാം. ഞാനിവിടെ ആദ്യത്തേത് മാത്രം എഴുതിയെന്ന് മാത്രം. ഇനി 4ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 5 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിട്ട പരീക്ഷണങ്ങളിൽ 1. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിട്ട പരീക്ഷണങ്ങൾ 1 എഴുതി കൊടുക്കാനാണ്. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 3 ഉലുൽ അസ്മുകൾ എന്നുള്ള പാഠത്തിലെ 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. പ്രബോധനത്തിലേറെ പ്രയാസങ്ങൾ സഹിച്ച പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇനി അതാ 1 കത്തിക്കുവാൻ വേണ്ടി തീയിൽ ഇടൽ അടക്കം നിരവധി പ്രയാസങ്ങളും സ്വന്തം മകനെ അറുക്കുവാനുള്ള കൽപ്പന തുടങ്ങി ധാരാളം പരീക്ഷണങ്ങളും അദ്ദേഹം നേരിടേണ്ടി വന്നു. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിട്ട പരീക്ഷണങ്ങളിൽ 1. അപ്പോൾ നമുക്കെന്ത് എഴുതാം? കത്തിക്കുവാൻ വേണ്ടി തീയിൽ ഇടൽ അത് എഴുതാം. ഇനി അല്ലെങ്കിൽ സ്വന്തം മകനെ അറുക്കുവാനുള്ള കൽപ്പന അങ്ങനെ എഴുതിയാലും ആൻസറാണ്. 2ാമത്തെ ചോദ്യം എന്താ? ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലം ഏത് മുതൽ ഏതുവരെയാണ്? ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലം ഏത് മുതൽ ഏതുവരെ എന്നാണ്. അതിൻ്റെ ആൻസർ ലഭിക്കാം പേജ് നമ്പർ 5 2ാമത്തെ പാഠം അൽ ഖുലഫാ ഉൽ അർബ എന്നുള്ള പാഠത്തിലെ 2ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനത പറയുന്നു. ഹിജ്റ 11 മുതൽ 40 വരെയാണ് ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലം. ഹിജ്റ 11 മുതൽ 40 വരെ, അതാണ് അവിടെ ആൻസറായിട്ട് വരിക. ഇനി 3ാമത്തെ ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം എവിടെ വെച്ച് എന്നായിരുന്നു? ഈ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം നമ്മൾ നേരത്തെ മറ്റൊരു ഉത്തരത്തിൻ്റെ കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ 7 പാഠം 3 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പാഠത്തിലെ 2ാമത്തെ പാരഗ്രാഫിൽ അത് മുഴുവനായിട്ട് പറയുന്നുണ്ട്. ക്രിസ്താബ്ദം 573 ആനക്കലഹ സംഭവത്തിൻ്റെ 3ാം കൊല്ലം മക്കയിലായിരുന്നു ജനനം. നമ്മുടെ ചോദ്യം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ജനനം എവിടെ വെച്ച്? അപ്പോൾ നമുക്ക് ആൻസർ ചെയ്താൽ മക്കയിൽ വെച്ച്. പിന്നെ എന്നായിരുന്നു എന്ന ചോദ്യത്തിന് എങ്ങനെ ആൻസർ ചെയ്താം? ക്രിസ്താബ്ദം 573. ഇനി 4ാമത്തെ ചോദ്യം ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ യോഗം ചേർന്നത് എന്തിനായിരുന്നു? ബനു സായിദ ഗോത്രക്കാരുടെ പന്തൽ വെച്ച് യോഗം ചേർന്നത് എന്തിനായിരുന്നു എന്നാണ്. അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 9 പാഠം 4 ഖിലാഫത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ള ആ പാഠത്തിൻ്റെ ആദ്യ പാരഗ്രാഫിലെ 3ാമത്തെ വരിയിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ആരായിരിക്കണം ഭരണാധികാരി എന്ന് തീരുമാനിക്കുവാൻ വേണ്ടിയാണ് ഈ യോഗം. അപ്പോൾ എന്താണ് നമ്മൾ ആൻസർ ചെയ്ത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ആരായിരിക്കണം ഭരണാധികാരി എന്ന് തീരുമാനിക്കുവാൻ എന്ന് എഴുതിയാൽ മതി. ഇനി 5ാമത്തെ ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ആദ്യം ചെയ്തത് എന്തായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ഖലീഫയായിട്ട് ചെയ്തത്? അതിൻ്റെ ആൻസർ ലഭിക്കാൻ അതേ പാഠത്തിൽ തന്നെ 3ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു. ഉസാമത്തു ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു അധികാരം ആദ്യമായി അദ്ദേഹം ചെയ്തത്. അപ്പോൾ നമുക്കെങ്ങനെ ആൻസർ ചെയ്താം? ഉസാമത്തു ബിനു സെയ്ദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കൽ. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1ാമത്തെ ചോദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിട്ട പരീക്ഷണങ്ങളിൽ 1. ഉത്തരം കത്തിക്കുവാൻ വേണ്ടി തീയിൽ ഇടൽ.
2 ഖുലഫ ഉർ റാഷിദുകളുടെ ഭരണകാലം ഏത് മുതൽ ഏതുവരെയാണ്? എൻ്റെ ഉത്തരം ഹിജറ 11 മുതൽ 40 വരെ. 3 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ജനനം എവിടെ വെച്ച് എന്നായിരുന്നു? ഉത്തരം മക്കയിൽ വെച്ച് ക്രിസ്താബ്ദം 573. 4-ാമത്തെ ചോദ്യം, ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ യോഗം ചേർന്നത് എന്തിനായിരുന്നു? അതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ആരായിരിക്കണം ഭരണാധികാരി എന്ന് തീരുമാനിക്കുവാൻ. 5-ാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയായ ശേഷം ആദ്യം ചെയ്തത് എന്തായിരുന്നു? ഉത്തരം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ ഷാമിലേക്ക് അയക്കുക. 5-ാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം. ഒറ്റ ചോദ്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ശേഷം ജീവിക്കുന്നവർക്ക് ഡാഷ് കാണുവാൻ കഴിയും, അപ്പോൾ ഡാഷ് സിദ്ധിച്ചവരായ ഡാഷ് ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പോൾ അവിടെ ചേർത്ത് വെക്കേണ്ടത് എന്തൊക്കെയാണ്? അതിൻ്റെ ആൻസർ നമ്മൾ 5-ാമത്തെ പേജ് തുറന്നു നോക്കിയാൽ അതിൽ കാണാം 2-ാമത്തെ പാഠം. ആ പാഠത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഖുലഫാ ഉർ റാഷിദുകളുടെ ചര്യ പിൻപറ്റുവാൻ നമ്മോട് നബി തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. ഇനി ശേഷം വരുന്നതാണ് നമ്മുടെ ഉത്തരങ്ങളായിട്ട് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ശേഷം ജീവിക്കുന്നവർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയും, അപ്പോൾ എൻ്റെ ചര്യയും സന്മാർഗം സിദ്ധിച്ചവരായ ഖുലഫാ ഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ ചേർക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ശേഷം ജീവിക്കുന്നവർക്ക്, അത് കഴിഞ്ഞതിന് ശേഷം ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് ചേർത്ത് കൊടുക്കുക. കാണുവാൻ കഴിയുമെന്നവിടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചര്യയും സന്മാർഗം, അത് രണ്ടും അവിടെ ചേർക്കുക. പിന്നെ സിദ്ധിച്ചവരായ എന്നവിടെ ഉണ്ട്. അതിന് ശേഷം ഖുലഫാ ഉർ റാഷിദുകളുടെ എന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് അവിടെ ഉണ്ട്. ഉത്തരം ഒന്നും കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ശേഷം ജീവിക്കുന്നവർക്ക്, ഇനി ചേർക്കാനുള്ളത് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയും, അപ്പോൾ ചേർത്തെടുക്കേണ്ടത് എൻ്റെ ചര്യയും സന്മാർഗം, സിദ്ധിച്ചവരായ, ഇനി ചേർക്കേണ്ടത് ഖുലഫാ ഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക. മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.